ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ അൻസിബയുടെ മമ്മിയും അതോടൊപ്പം തന്നെ സഹോദരനും എത്തി. അൻസിബയോട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അൻസിബ ഏറ്റവും കൂടുതൽ പറയുന്നത്, ഇവിടെ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി, എനിക്ക് വളരെയധികം വിഷമം തോന്നി, കാരണം എന്നെ ലാലേട്ടനായിട്ട് അങ്ങ് പൊരിച്ചു അന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് വീട്ടിലേക്ക് വരണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം എന്ന് തുടങ്ങി പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അമ്മയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, മകളെ നീ എങ്ങനെയാണ്, അങ്ങനെ തന്നെയാണ് നീ ഇവിടെ നിൽക്കുന്നത്, നീ അങ്ങനെ തന്നെ നിന്നാൽ മതി, ഒരു കുഴപ്പവുമില്ല, നീ നല്ല രീതിയിലാണ് കളിക്കുന്നത്, പ്രേക്ഷകർക്ക് എന്നാണോ നിന്നെ വേണ്ടാ തോന്നുന്നത് അന്ന് നിന്നെ വെളിയിലേക്ക് വിട്ടോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സംസാരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ജിൻഡോയെ കുറിച്ച് പറയുന്നുണ്ട്. എനിക്കിവിടെ ആശ്വാസം ജിൻഡോ ചേട്ടനാണ്. ജിൻഡോ ആണെങ്കിൽ എന്റെ അടുത്ത് വന്ന് ചില കോമഡികളൊക്കെ പറയും, എന്നെ പുകഴ്ത്തിയൊക്കെ പറയാനായിട്ട് ഞാൻ പറയും. അപ്പൊ പുള്ളിക്കാരൻ വന്ന് എന്റെ അടുത്ത് കുറെ തക്കൊക്കെ അടിക്കും. അന്നേരം എനിക്ക് വല്ലാണ്ട് അങ്ങ് സന്തോഷം വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അൻസിബയുടെ അമ്മയൊക്കെ പറയുന്നത്, ജിൻഡോ അടിപൊളിയാണ്, ജിൻഡോ സൂപ്പറാണ്, എനിക്ക് വലിയ ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അൻസിബയുടെ സഹോദരൻ പറയുന്നുണ്ട്, ജിൻഡോ ചേട്ടൻ നല്ല തക്കൊക്കെ അടിക്കുന്നുണ്ട്, നല്ല രസമാണ്, അടിപൊളിയാണ് ഒക്കെ എടുത്തു പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം സംസാരം അവിടെ നിർത്തുന്നു. അവിടേക്ക് ജിൻഡോ കടന്നു വരുന്നുണ്ട്. ജിൻഡോ കടന്നു വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ പവർ റൂമിന്റെ കാര്യമൊക്കെ പറയുന്നത് ഞാൻ ഓൾറെഡി അൻസിബയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ്, പവർ റൂമിൽ ചെന്നപ്പോഴാണ് അൻസിബയുടെ ആ ഒരു സൗണ്ട് വെളിയിലേക്ക് എത്തിയതെന്നും അൻസിബ കുറച്ചുകൂടെ സ്ട്രോങ് ആയത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരിയല്ലയോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ അവർ പറയുന്നത് ശരിയാന്ന് പറയുന്നു. പിന്നെ പറഞ്ഞിട്ടുള്ളത്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പോക്കിന്റെ അകത്ത് തിര നിറയ്ക്കുന്ന പോലാണ് ഇവള്, എപ്പോഴാ പൊട്ടുന്നതെന്ന് അറിയത്തില്ല എന്നൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അത് സത്യമായിട്ടുള്ള കാര്യമാണ്, ഞാനത് പറയുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ അവർ അമ്മയ്ക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായി, ജിൻഡോ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കോമ്പോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ജിൻഡോ ചോദിക്കുമ്പോൾ അൻസിബയുടെ അമ്മ പറയുന്നുണ്ട് നല്ലതാണെന്നൊക്കെ പറയുന്നു. നിങ്ങൾ തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അൻസിബയുടെ അമ്മ പറയുന്നുണ്ട്. അപ്പൊ തന്നെ അപ്പൊ പറയുക, അതൊക്കെ ഉണ്ടാക്കാറുണ്ട്, ഞാനല്ല കൂടുതൽ ഉണ്ടാക്കുന്നത്, ഇവളാ ഉണ്ടാക്കുന്നത്. അപ്പോഴേ എനിക്കറിയാം മറ്റുള്ളവരൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോണ്ട് ഇവള് വഴക്കുണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്, മറ്റുള്ളവരൊക്കെ എന്തൊക്കെയാണ് ഇവിടെ ചെവി കൊണ്ട് കൊടുക്കുന്നത്, അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇവിടെ കാണിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതിനൊക്കെ അൻസിബയുടെ അമ്മ മൂളി കേൾക്കുന്നുണ്ട്. അൻസിബയുടെ അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാം, കാരണം അവർ എപ്പിസോഡെല്ലാം കാണുന്നതാണ്, ലൈവ് എല്ലാം കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ജിൻഡോ എത്രമാത്രമാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ അൻസിബയുടെ അമ്മയ്ക്കും അതോടൊപ്പം തന്നെ അൻസിബയുടെ സഹോദരനും അറിയാവുന്ന കാര്യമാണ്. ജിൻഡോയെ ഇഷ്ടമാണ് എന്നാണ് അൻസിബയുടെ അമ്മയും സഹോദരനും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ബിഗ് ബോസ് വീടിനുള്ളിൽ രണ്ട് ഫാമിലികളും തങ്ങും. അതിനുവേണ്ടിയാണ് പീപ്പിൾ റൂം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് അവര് പവർ റൂമിനെ മാറ്റി പീപ്പിൾ റൂം ആക്കിയിരിക്കുന്നത്. എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നല്ല കണ്ടന്റുകളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. മത്സരാർത്ഥികളൊക്കെ പോയി അവരവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി എന്തൊക്കെയാണ് അവർ പറയാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ.